ഹലോ ആൻഡ് ഹാപ്പി ഈസ്റ്റർ ഗൈസ്. ഞങ്ങളുടെ അയർലൻഡിലെ ഒരു ഈസ്റ്റർ ദിവസം കണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവരോടും ഹാപ്പി ഈസ്റ്റർ പറഞ്ഞ് ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ അവരോട് ചോദിക്കുക ഇപ്പോഴാണോ എഴുന്നേറ്റ് വരുന്നതെന്ന്. ആക്ച്വലി ഞാൻ നേരത്തെ എഴുന്നേറ്റ് വന്നായിരുന്നു, അത് അവർ അറിഞ്ഞിട്ടില്ല. നമുക്ക് രാവിലെ കഴിക്കാൻ ഇവിടെ വെള്ളയപ്പവും ബീഫ് സ്റ്റൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കും രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഈ വരുന്ന ഞങ്ങളുടെ വീട്ടപ്പനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. നമ്മുടെ വീട്ടമ്മയില്ലേ, അതുപോലെ തന്നെ വീട്ടപ്പൻ. ഇത് മറ്റാരുമല്ല, എന്റെ ആങ്ങളെയും ആങ്ങളയുടെ ഭാര്യയുമാണ്. ഇവരാണ് മെയിൻ ഷെഫ്. കൂടെയുള്ള ഞങ്ങൾ സൂ ഷെഫ്. ആക്ച്വലി സൂ ഷെഫ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളാണ് അടിമക്കണ്ണന്മാർ. ഞാൻ ഈ അന്തം വിട്ടിരിക്കുന്നത് എന്താണെന്നറിയില്ലേ, സംഭവം ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് അപ്പവും ബീഫും കഴിച്ച് ഞാനും ചേച്ചി ഒരു ക്യുക്ക് പള്ളി വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഈസ്റ്റർ ആയിട്ട് പള്ളിയിലൊന്നും പോയില്ലെങ്കിൽ മനസ്സിനൊരു സുഖമില്ലല്ലോ ഗൈസ്. അങ്ങനെ പള്ളി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ എന്തായാലും ഇത്ര ഒരുങ്ങിയ സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണമല്ലോ. അങ്ങനെ അവന്റെ കയ്യും കാലും പിടിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നപ്പം മെയിൻ ഷെഫ് എല്ലാം ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. ആക്ച്വലി പകുതിയായി. ഞങ്ങൾ പിന്നെ സൂ ഷെഫുകളാണല്ലോ, ഞങ്ങൾ ആക്ച്വലി മെന്റൽ സപ്പോർട്ടാണ് ഞങ്ങളുടെ മെയിൻ ജോലി. അങ്ങനെ ഞങ്ങളുടെ ഈസ്റ്റർ ബിരിയാണി റെഡിയായി വന്നു. ഉള്ളത് പറയാലോ, സംഭവം ഭയങ്കര അടിപൊളിയായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് പിന്നെ ഇത്ര പൊക്കുന്ന ഇഷ്ടമല്ല, എന്നാലും സംഭവം അടിപൊളിയാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.